ഹായ് മക്കളെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 9 പറയുന്നത് നോക്കുക. വളരെ ചെറിയ ക്വസ്റ്റ്യൻ ആണ്, സോൾവ് ചെയ്യാനും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പറയുന്ന കാര്യം എന്താ, ലെറ്റ് എസ് ഈക്വൽ ടു എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് √3 + √2 all raised to x plus √3 - √2 all raised to x = 10. അതായത് നോർമലി again റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പാണ്. നോക്കുക, ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത, ഈ കാണുന്ന ആളുടെ റെസിപ്രോക്കലാണ് നോർമലി ഇയാൾ വരിക. അങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ വരാറ്. ഇവിടെ അങ്ങനെ തന്നെയാണ് നോക്കുക. അതായത് ഇയാളുടെ റെസിപ്രോക്കലാണോ ഇയാളെന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോർമലി ചോദിക്കുന്ന ടൈപ്പ് തന്നെയാണ്. അപ്പോൾ ഇയാളുടെ റെസിപ്രോക്കൽ ഒന്ന് എടുത്തു നോക്കുക. എന്താണ് 1/√3 + √2. ഇങ്ങനെ വന്ന് എന്ത് ചെയ്യുക, നമ്മൾ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ. അപ്പോൾ എന്താ √3 - √2 കൊടുക്കുക ആൻഡ് √3 - √2 കൊടുക്കുക. അപ്പോൾ എന്താ പറയുക, √3 - √2 ഡിവൈഡ് ബൈ a + b × a - b അല്ലേ. അത് a² - b² വരിക. എന്താണ് 3 - 2. ഇതെന്താ വരിക, √3 - √2. അതായത് നോക്കുക, ഈ കാണുന്ന ആളുടെ റെസിപ്രോക്കൽ അല്ലേ ഇത്, അല്ലേ. സോ എന്താണ്, നമുക്ക് നോർമലി ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണിത്. ഓക്കെ, അതായത് ഒരാൾ ഇവിടെ ഉണ്ടാവും, അയാളുടെ റെസിപ്രോക്കൽ ഇവിടെ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു ഇക്വേഷൻ ഉണ്ടായിട്ട് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ചോദിക്കാറുണ്ട്. അതന്നെയാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെ ഞാൻ എന്ത് ചെയ്യുക, ദാ ഈ കാണുന്ന ആളെ ടി എന്ന് വിളിക്കുക. അപ്പം എന്താ, ഈ ടി ഈക്വൽ ടു ആരാ, ടി ഈക്വൽ ടു √3 + √2 all raised to x. അങ്ങനെ ഇയാൾ 1/t ആവില്ലേ, കാരണം ഇയാളുടെ റെസിപ്രോക്കൽ അല്ലേ ഇയാൾ. അപ്പം എന്ത് വരിക ക്വസ്റ്റ്യന്, എസ് എന്ന് പറഞ്ഞാൽ √3 + √2 all raised to x എന്താ ടി, പ്ലസ് ഇയാളാരാ 1/t = ആരാ 10 അല്ലേ. എന്ത് കിട്ടി, ടി + 1/t = 10. എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, സോൾവ് ചെയ്യുക. എന്ത് വരും, t × t² പ്ലസ് 1/t = ആരാ 10. ടി ഇങ്ങോട്ട് കൊടുത്താൽ t² + 1 = 10t ആണ്. ഈ 10t ഇങ്ങോട്ട് വന്ന് എന്തായി, t² - 10t + 1 = ആരായി 0 ആയി. അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കുക, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് നിങ്ങൾക്ക് അറിയാം. എന്താണ്, -b ± √b² - 4ac/2a അല്ലേ. അപ്പം എന്ത് വരും, t = -b 10 ± √10² - 4ac/2a. എന്ത് വരടാ, 10 ± √96/2 അല്ലേ. ഓക്കെ, ദാറ്റ് ഈക്വൽ ടു 10 ± ആറാ √96, അത് √16 × 6 അല്ലേ /2 അല്ലേ. സോ 10 ± എടാ √16 ആരാ 4 അല്ലേ. അപ്പം എന്ത് വരും, 4√6/2 വരൂല്ലേ മക്കളെ. ഇതാരാ 5 ± 2√6 അല്ലേ, ടി അല്ലേ. ടി എന്ത് കിട്ടി, 5 ± 2√6. ടി ആരാ, ടി എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇയാളല്ലേ, അല്ലേ. അപ്പം എന്ത് കിട്ടി, ടി = √3 ± √2 all raised to x. സോറി ടി എന്താണ്, ടി എന്ത് കിട്ടി, യെസ് 5 ± 2√6. 5 ± 2√6 ആണ്. ഇനി ടി ആരാണ് നമ്മൾ കൊടുത്തത്, ടി ആരെയായിട്ടാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ടി = ആരാ മക്കളെ, √3 + √2 all raised to x അല്ലേ. എടാ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സുകൾ ആരൊക്കെയാ, ഒന്നാലോചിച്ച് പറയാം. എടാ എക്സ് ഞാൻ 2 കൊടുക്കുക. എക്സ് 2 കൊടുത്തത് എന്തായി മാറി, √3 + √2 all² അല്ലേ. അതെന്താ വരിക, √3² 3 2ab 2√6 + 2 അല്ലേ. ഇതെന്താ 5 + 2√6 അല്ലേ. അതന്നെയല്ലേ ഇയാൾ അല്ലേ. 5 + 2√6 ഒരു സൊല്യൂഷൻ അല്ലേ. അപ്പോൾ x = ഒരു സൊല്യൂഷനാണ്. വേറൊരു സൊല്യൂഷൻ പറ, x = -2 കൊടുത്താലോ. x -2 കൊടുത്താൽ എന്തായി മാറി, ഇതെന്തായി മാറി, √3 + √2 all raised to -2 അല്ലേ. അതാരാ 1/√3 + √2 all² അല്ലേ. സോ 1/ ഇതാരെ കിട്ടിയിട്ടുണ്ട്, ഇയാളല്ലേ 5 + 2√6 അല്ലേ. ദെൻ അയാളെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ മാറി 5 - 2√6 ഡിവൈഡ് ബൈ 5 + 2√6 × 5 - 2√6 അല്ലേ. ഇതെന്ത് വരും, 5 - 2√6 എന്ന് വരും അല്ലേ. സോ അതല്ലേ രണ്ടാമത്തെ സൊല്യൂഷൻ അല്ലേ. അപ്പോൾ എക്സിന് ഏതൊക്കെ വാല്യൂസ് വരാം, x = 2 വരാം, x = -2 വരാം. അപ്പോൾ എത്ര സൊല്യൂഷൻ ഉണ്ട്, 2 സൊല്യൂഷൻ ആണ് ഇവിടെ ഉള്ളത് അല്ലേ. നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആർ 2 ആണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞത്.
ക്ലിയർ ആയിട്ടുണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാം, അതാണ് ഇപ്പോൾ ഈ പറഞ്ഞതാണ് എന്ത് ചെയ്യാണ് ക്വസ്റ്റ്യൻ നമ്പർ 9th സൊല്യൂഷനാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ഇനി ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇവിടെ തന്നെ നിങ്ങൾക്ക് ആലോചിച്ചാൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നതേ ഉള്ളൂ ഇവിടെ. ഓക്കെ, എനിവേ അതാണ് ആ ക്വസ്റ്റ്യൻ ആൻസർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.